ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ ബ്രിക്ക് മേസൺറിയിലെ കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് ബ്രിക്ക് മേസൺറിയിലെ ടൈപ്സ് ഓഫ് ബോൺസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോണ്ടിങ് ഇൻ ബ്രിക്ക് വർക്ക്. ബ്രിക്ക് വർക്കിലെ ബോണ്ടിങ് എന്താണ്? ബ്രിക്ക് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ബ്രിക്ക് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? ഒന്നിന് ഓവർലാപ്പ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത് അല്ലേ. ഓവർലാപ്പിംഗ് അറേഞ്ച്മെൻറ്റ് ഓഫ് ബ്രിക്സ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന എന്തിനാണ്? നന്നായിട്ട് ടൈ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഓവർലാപ്പിംഗ് അറേഞ്ച് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിക്ക് വർക്കിൽ പല ടൈപ്പ് ബോണ്ടിങ് ഉപയോഗിക്കാറുണ്ട്. നല്ല ഗുഡ് ബോണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വെർട്ടിക്കൽ ജോയിൻ്റ് ഇല്ലേ, അതായത് ബ്രിക്ക് വർക്കിൽ വരുന്ന ആ ഒരു വെർട്ടിക്കൽ ജോയിൻ്റ്, അതിന് നമ്മളൊരു പേര് പഠിച്ചായിരുന്നു. എന്തായിരുന്നു അത്? പെർപെൻസ് അല്ലേ. അപ്പോൾ ഈ പെർപെൻസ് ഒരേ ലൈനിൽ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പാടില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നാൽ ആ ബ്രിക്ക് വർക്ക് ഫെയിലായി പോകും അല്ലേ. അതുകൊണ്ട് അതിനെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സാണ് ബോണ്ടിങ്. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ബോണ്ടിങ് ആണ് ബ്രിക്ക് വർക്കിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തേത് സ്ട്രെച്ചർ ബോണ്ട്. സ്ട്രെച്ചർ എന്തായിരുന്നു? ആ ബ്രിക്കിൻ്റെ ആ ലോങ് പോർഷൻ അല്ലേ, ആ റെക്റ്റാങ്കിൾ പോർഷനായിരുന്നു. 19/9 സെൻറ്റിമീറ്റർ ഉള്ള ആ ഒരു റെക്റ്റാങ്കിൾ പോർഷനാണ് സ്ട്രെച്ചർ അല്ലേ. അപ്പോൾ സ്ട്രെച്ചർ ബോണ്ട് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഫ്രണ്ട് എലിവേഷൻ നോക്കുമ്പം സ്ട്രെച്ചർ ആയിരിക്കും കാണുന്നത്. അതായത് എല്ലാ കോഴ്സിലും ഓരോ ലെയേഴ്സാണ് എന്താ ഓരോ കോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓരോ ലെയേഴ്സിലും സ്ട്രെച്ചർ ആയിരിക്കും നമ്മൾ ഫ്രണ്ട് എലിവേഷനിൽ കാണുന്നത്. അങ്ങനെയുള്ള അറേഞ്ച്മെൻ്റാണ് സ്ട്രെച്ചർ കോഴ്സ്. ഇനി ഈ സ്ട്രെച്ചർ കോഴ്സിൽ ഈ ജോയിൻസ് ഇല്ലേ, പെർപെൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ സ്ട്രെച്ചർ കോഴ്സ് കഴിഞ്ഞു. ഇത് ആദ്യത്തെ സ്ട്രെച്ചർ കോഴ്സാണ്. അപ്പോൾ അതിന് മുകളിൽ അടുത്ത സ്ട്രെച്ചർ കോഴ്സ് തുടങ്ങുന്നതിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മളൊരു ഹാഫ് ബാറ്റ് പ്രൊവൈഡ് ചെയ്യും. ഹാഫ് ബാറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിന് ശേഷം പിന്നെ സ്ട്രെച്ചർ കോഴ്സ് കൊടുക്കും. രണ്ടാമത്തെ ടൈപ്പാണ് ഹെഡർ ബോണ്ട്. ഹെഡർ ബോണ്ടിൽ ഫ്രണ്ട് എലിവേഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഹെഡർ ആയിരിക്കും കാണുന്നത്. സ്ട്രെച്ചർ ബോണ്ട് എങ്ങനെയായിരുന്നു? സ്ട്രെച്ചേഴ്സ് ആയിരുന്നു ഫ്രണ്ട് എലിവേഷനിൽ കാണുന്നത് അല്ലേ. ഹെഡർ ബോണ്ടിൽ ഹെഡർ ആയിരിക്കും ഫ്രണ്ട് എലിവേഷനിൽ കാണുന്നത്. ഇതിൽ വെർട്ടിക്കൽ ജോയിൻ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 3/4 ബാറ്റ് പ്ലേസ് ചെയ്യും. അതിന് ശേഷമാണ് അടുത്ത ഹെഡർ പ്ലേസ് ചെയ്യുന്നത്. ഈ വെർട്ടിക്കൽ ജോയിൻറ്റിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ തിക്നെസ് 1 ബ്രിക്ക് തിക്കായിരിക്കും. മൂന്നാമത്തെ ടൈപ്പ് ഇംഗ്ലീഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ടാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട്. ഇതിൽ ഓൾട്ടർനേറ്റ് കോഴ്സസിൽ സ്ട്രെച്ചേഴ്സും ഹെഡേഴ്സും ആയിരിക്കും. ഇതിൽ ആദ്യത്തെ കോഴ്സ് ഇതിൽ സ്ട്രെച്ചറാണ്. ഓക്കെ, സ്ട്രെച്ചറാണ്. അതിന് തൊട്ട് അടുത്തുള്ള കോഴ്സിൽ എങ്ങനെയാണ്? ഹെഡർ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ആ ഹെഡർ പ്ലേസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു ക്യൂൺ ഹെഡർ, അതായത് കോർണറിലുള്ള ഹെഡർ കഴിഞ്ഞതിന് ശേഷം ഒരു ക്യൂൺ ക്ലോസർ കൊടുക്കും. ആ വെർട്ടിക്കൽ ജോയിൻറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യൂൺ ക്ലോസർ കൊടുക്കും. അതിന് ശേഷം ഹെഡർ പ്ലേസ് ചെയ്യും. ഈ ഹെഡർ കോഴ്സ് കഴിഞ്ഞിട്ട് അടുത്ത കോഴ്സ് എന്തായിരിക്കും? സ്ട്രെച്ചർ കോഴ്സ് ആയിരിക്കും. അതിനടുത്തത് ഹെഡർ. അങ്ങനെയുള്ള അറേഞ്ച്മെൻ്റ് ആണ് ഇംഗ്ലീഷ് ബോണ്ടിന്. ഇതാണ് കോമൺലി യൂസ് ചെയ്യുന്ന ബോണ്ട്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്. അടുത്ത ടൈപ്പാണ് ഫ്ലെമിഷ് ബോണ്ട്. ഫ്ലെമിഷ് ബോണ്ടിൽ ഒരു കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡറും സ്ട്രെച്ചറും പ്ലേസ് ചെയ്യും. ഇംഗ്ലീഷ് ബോണ്ട് എങ്ങനെയായിരുന്നു? ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കോഴ്സിലാണ് സ്ട്രെച്ചേഴ്സ്. ആദ്യത്തേതിൽ സ്ട്രെച്ചർ ആണെങ്കിൽ അടുത്ത കോഴ്സിൽ ഹെഡർ, അങ്ങനെയായിരുന്നു അല്ലേ. ഈ ഫ്ലെമിഷ് ബോണ്ടിൽ ഒരു കോഴ്സിൽ തന്നെ സ്ട്രെച്ചറും പിന്നെ ഹെഡർ പിന്നെ സ്ട്രെച്ചർ ഹെഡർ, അങ്ങനെ ഒരേ കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡർ സ്ട്രെച്ചർ അങ്ങനെ പ്ലേസ് ചെയ്യും. ഇത് കാണാൻ നല്ലൊരു അപ്പിയറൻസ് ഉണ്ടായിരിക്കും. പക്ഷേ സ്ട്രോങ് ബോണ്ട് ഏതാണ്? ഇംഗ്ലീഷ് ബോണ്ടാണ്. എന്നാൽ കാണാൻ ഭംഗിയുള്ള ബോണ്ട് ഫ്ലെമിഷ് ബോണ്ടും ആയിരിക്കും. ഈ ഫ്ലെമിഷ് ബോണ്ട് തന്നെ 2 ടൈപ്പ് ഉണ്ട്. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും ഉണ്ട്, ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും ഉണ്ട്. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ആകുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് എലിവേഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഫ്ലെമിഷ് ബോണ്ടായിട്ട് തോന്നും. അതായത്
ഒരേ കോഴ്സിൽ തന്നെ സ്ട്രെച്ചർ ഹെഡർ അങ്ങനെ. പക്ഷേ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ, ബാക്ക് എലിവേഷനിൽ നോക്കുമ്പോൾ ഇംഗ്ലീഷ് ബോണ്ടായിട്ടാണ് തോന്നുന്നത്. അങ്ങനെയുള്ള ബോണ്ടാണ് സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട്. ഇതിൻ്റെ മിനിമം തിക്നെസ് 1.5 ബ്രിക്ക് തിക്കുള്ള വാള് സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടാണ്. നെക്സ്റ്റ് ഡബിൾ ഫ്ലെമിഷ് ബോണ്ടാണ്. അത് ഫ്രണ്ടിൽ നിന്നായാലും ബാക്കിൽ നിന്നായാലും ഫ്ലെമിഷ് ബോണ്ടായിട്ട് തന്നെ കാണാം. ഇതാണ് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട്. അപ്പോൾ ഈ ഫ്ലെമിഷ് ബോണ്ട് ഇംഗ്ലീഷ് ബോണ്ടും തിരിഞ്ഞു പോകരുത്. ഇംഗ്ലീഷ് ബോണ്ടാണെങ്കിൽ എങ്ങനെയാണ്, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കോഴ്സിലാണ് സ്ട്രെച്ചറും ഹെഡറും വരുന്നത്. ഫ്ലെമിഷ് ബോണ്ടിലാണെങ്കിൽ ഒരേ കോഴ്സിൽ തന്നെ സ്ട്രെച്ചറും ഹെഡറും വരുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഗാർഡൻ വാൾ ബോണ്ട്. ഗാർഡൻ വാൾ ബോണ്ട് എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഗാർഡൻ വാള്, ബൗണ്ടറി വാള് അതൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വാളാണ് അല്ലേ. അപ്പോൾ ഇതും 2 ടൈപ്പ് ഉണ്ട്. ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ടും ഉണ്ട്, ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ടും ഉണ്ട്. ആദ്യത്തെ ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ട് എന്തായിരുന്നു, ഓൾട്ടർനേറ്റ് കോഴ്സിൽ സ്ട്രെച്ചറും ഹെഡറും വരുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് കോഴ്സിൽ തന്നെയാണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ആദ്യത്തെ കോഴ്സിൽ ഹെഡർ കഴിഞ്ഞിട്ട് ഒരു 3 അല്ലെങ്കിൽ 5 ലെയർ സ്ട്രെച്ചർ ആയിരിക്കും. അതിന് ശേഷമാണ് അടുത്ത ഹെഡർ കോഴ്സ് വരുന്നത്. ഒരു ഹെഡർ കോഴ്സ് കഴിഞ്ഞ് 3 കോഴ്സ് അല്ലെങ്കിൽ 5 കോഴ്സ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഹെഡർ കോഴ്സ്. അങ്ങനെയാണ് ഈ ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ടിൽ. ഇതിൽ വെർട്ടിക്കൽ ജോയിൻ്റ് കറക്റ്റ് ലൈനിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ക്യൂൻ ക്ലോസർ പ്ലേസ് ചെയ്യും. ആദ്യത്തെ ഹെഡർ കോഴ്സിൽ ആദ്യത്തെ ഹെഡർ കഴിഞ്ഞിട്ട്, ക്യൂൺ ഹെഡർ കഴിഞ്ഞിട്ട് ഒരു ക്യൂൻ ക്ലോസർ നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പോൾ ഈ വെർട്ടിക്കൽ ജോയിൻ്റ് കറക്റ്റ് നേരെ വരത്തില്ല. അപ്പോൾ നല്ലൊരു ബോണ്ടിങ് കിട്ടും. അടുത്തത് ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ടാണ്. ഫ്ലെമിഷ് ബോണ്ട് എന്തായിരുന്നു, ഒരേ കോഴ്സിൽ തന്നെ സ്ട്രെച്ചറും ഹെഡറും വരുന്നതല്ലേ. അപ്പോൾ ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ടിലും അതുപോലെ തന്നെ ഒരേ കോഴ്സിൽ തന്നെ സ്ട്രെച്ചറും ഹെഡറും വരും. പക്ഷേ അതിലുള്ള ഡിഫറൻസ്, ആദ്യത്തെ ഹെഡർ കഴിഞ്ഞ് ഒരു 3 സ്ട്രെച്ചർ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഹെഡർ വരുന്നത്. ഹെഡർ പ്ലേസ് ചെയ്തിട്ട് അടുത്ത 3 അല്ലെങ്കിൽ 5 സ്ട്രെച്ചർ പ്ലേസ് ചെയ്യും. അതിന് ശേഷമാണ് അടുത്ത ഹെഡർ വരുന്നത്. ഇതിൽ അറേഞ്ച്മെൻറ്റിൽ ആദ്യത്തെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ക്യൂൺ ഹെഡറിൽ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 3/4 ബാറ്റ് പ്രൊവൈഡ് ചെയ്യും. വെർട്ടിക്കൽ ജോയിൻ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 3/4 ബാറ്റ് ക്യൂൺ ഹെഡറിന് ശേഷം പ്ലേസ് ചെയ്യും. ഇനി ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് കൂടെ ഉണ്ട്. അതായത് ഇതിൽ നമ്മൾ എങ്ങനെയാണ് 3 അല്ലെങ്കിൽ 5 സ്ട്രെച്ചർ കഴിഞ്ഞിട്ടാണ് അടുത്ത ഹെഡർ വയ്ക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പം അതുപോലെ അല്ലാതെ ഒരു 2 സ്ട്രെച്ചർ കഴിഞ്ഞിട്ട് അടുത്ത ഹെഡർ വയ്ക്കുന്ന രീതിയിലുള്ളൊരു ബോണ്ടുണ്ട്. അതിനെ മോങ്ക് ബോണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ടൈപ്പാണ് റേക്കിംഗ് ബോണ്ട്. തിക്കർ വാൾസിനാണ് ഇത് ചെയ്യാറുള്ളത്. ഈ റേക്കിംഗ് ബോണ്ട് 3 ടൈപ്പ് ഉണ്ട്. അതിലാദ്യത്തെയാണ് ഹെറിംഗ് ബോണ്ട്. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് നമ്മൾ ആദ്യം ഇവിടെ സ്ട്രെച്ചർ കോഴ്സ് ചെയ്യും. അതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ഹെഡർ കോഴ്സ്, ഇവിടെ സ്ട്രെച്ചർ കോഴ്സ്. എന്നിട്ട് ഈ സെൻറ്റർ ലൈനിന് 2 ഡയറക്ഷനിലോട്ടുമായിട്ട് ഒരു 45 ഡിഗ്രി ആംഗിളിൽ ബ്രിക്സ് അറേഞ്ച് ചെയ്യും. അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റാണ് ഹെറിംഗ് ബോണ്ട്. അതായത് ഈ സെൻറ്റർ ലൈനിൽ നിന്ന് ഒരു 45 ഡിഗ്രി ആംഗിളിൽ 2 ഡയറക്ഷനിലോട്ടുള്ള അറേഞ്ച്മെൻറ്റ്, അതാണ് ഹെറിംഗ് ബോണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഡയഗണൽ ബോണ്ട് ആകുമ്പോൾ എങ്ങനെയാണ്, ഡയഗണലി അറേഞ്ച് ചെയ്യും. അതായത് ഈ സ്ട്രെച്ചർ കോഴ്സിന് 45 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യും. ഹെറിംഗ് ബോണ്ട് എങ്ങനെയായിരുന്നു, ആ സെൻറ്റർ ലൈനിൽ നിന്ന് 2 ഡയറക്ഷനിലോട്ട് 45 ഡിഗ്രി അല്ലേ. ഈ ഡയഗണൽ ബോണ്ട് ആകുമ്പോൾ ഈ സ്ട്രെച്ചർ ബോണ്ടിൽ നിന്ന് 45 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റാണ് ഡയഗണൽ ബോണ്ട്. ഇതിൽ തന്നെ വേറൊരു ടൈപ്പ് കൂടെ ഉണ്ട്. 3ാമത്തെ ടൈപ്പാണ് സിക്സാഗ് ബോണ്ട്. അതായത് സിക്സാഗ് പോലുള്ള അറേഞ്ച്മെൻറ്റാണ് സിക്സാഗ് ബോണ്ട്. ഈ 3 ടൈപ്പും
ഉപയോഗിക്കുന്നത് പേവിങ് അല്ലെങ്കിൽ ഫ്ലോറിങ്ങിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ റേക്കിംഗ് ബോണ്ട് കഴിഞ്ഞു. അടുത്തത് ഡച്ച് ബോണ്ട്. ഡച്ച് ബോണ്ട് ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. ഇംഗ്ലീഷ് ബോണ്ട് എങ്ങനെയാണ്? ഓൾട്ടർനേറ്റ് കോഴ്സ്, സ്ട്രെച്ചർ, ഹെഡർ അല്ലേ? അപ്പോൾ ഇതിൽ സ്ട്രെച്ചർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു 3/4 ബാറ്റ് വയ്ക്കും. 3/4 ബാറ്റ് കഴിഞ്ഞിട്ടാണ് സ്ട്രെച്ചർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ തന്നെ ഈ സ്ട്രെച്ചർ കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സ്ട്രെച്ചർ കോഴ്സില്ലേ, അതായത് ഇത് ആദ്യത്തെ കോഴ്സ് അത് കഴിഞ്ഞിട്ട് വരുന്ന കോഴ്സാണ് ഇത് അല്ലേ? അപ്പോൾ ഈ സ്ട്രെച്ചർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു 3/4 ബാറ്റ് വയ്ക്കും. അതിന് തൊട്ടടുത്ത് ഒരു ഹെഡർ വയ്ക്കും. 3/4 ബാറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഹെഡർ വയ്ക്കും. എന്നിട്ട് പിന്നെ സ്ട്രെച്ചർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന കോഴ്സിലാണ്. സ്ട്രെച്ചർ കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുമ്പോഴാണ് 3/4 ബാറ്റ് കഴിഞ്ഞിട്ട് ഒരു ഹെഡർ കോഴ്സ് പ്ലേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട്. ഇതും ഇംഗ്ലീഷ് ബോണ്ടിന്. അടുത്തത് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട്. ഇംഗ്ലീഷ് ക്രോസ് ബോണ്ടും ഇംഗ്ലീഷ് ബോണ്ടിന് സിമിലറാണ്. അതായത് ഒരു കോഴ്സിൽ സ്ട്രെച്ചർ, അടുത്തത് ഹെഡർ, അങ്ങനെ. ഇതിൽ ഹെഡർ കോഴ്സ് വരുമ്പോഴത്തേക്ക് ആ ക്യൂൺ ഹെഡർ കഴിഞ്ഞിട്ട് ഒരു ക്യൂൺ ക്ലോസർ പ്ലേസ് ചെയ്യും. അതിന് ശേഷമാണ് അടുത്ത ഹെഡർ പ്ലേസ് ചെയ്യുന്നത്. അതുപോലെ ഈ സ്ട്രെച്ചർ കോഴ്സിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന സ്ട്രെച്ചർ കോഴ്സില്ലേ, അതിൽ ആദ്യത്തെ സ്ട്രെച്ചർ കഴിഞ്ഞതിന് ശേഷം ഒരു ഹെഡർ പ്ലേസ് ചെയ്യും. എന്നിട്ടാണ് അടുത്ത സ്ട്രെച്ചർ. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. നെക്സ്റ്റ് ഫേസിംഗ് ബോണ്ട്. ഫേസിംഗ് ബോണ്ട് ഡിഫറെൻറ്റ് തിക്നെസ്സിലുള്ള ബോണ്ട് വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ഫേസിംഗ് ബോണ്ട്. ചിലപ്പോൾ 2 തിക്നെസ്സിലുള്ള ബോണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ച് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡർ സ്ട്രെച്ചർ അങ്ങനെ വരത്തില്ല. ഇപ്പോൾ സെവറൽ സ്ട്രെച്ചർ കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഹെഡർ കോഴ്സ് വരുന്നത്. അങ്ങനെയുള്ള ബോണ്ടാണ് ഫേസിംഗ് ബോണ്ട്. ഇതിൻ്റെ തിക്നെസ് വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കുറച്ച് എത്രയും നമുക്ക് പറയാൻ പറ്റില്ല. സെവറൽ സ്ട്രെച്ചർ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമേ ഒരു ഹെഡർ കോഴ്സ് വരുന്നുള്ളൂ. അങ്ങനെയുള്ള ടൈപ്പാണ് ഫേസിംഗ് ബോണ്ട്. ഇത് തിക്കർ വാൾസിനൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം ബ്രിക്ക് ബോണ്ടിൻ്റെ ടൈപ്സ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, താങ്ക് യു.